if you are the president of China or the prime minister of India or the president of Brazil, and you are still trading with the Russians and getting the oil and the gas in, and you sometimes even resell it for a higher price, know that if this guy in Moscow doesn't get serious about peace talks, I will slam secondary sanctions on you of 100%. ആരാണ് ഈ മാർക്ക് റൂട്ട്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉത്തരവിടാൻ. വ്ളാദിമിർ പുതിനെയും ഷീ ജിൻപിങ്ങിനെയും മോദിയും ബ്രസൽസിൻ്റെ പ്രസിഡന്റ് ലുല ഡാ സിൽവയെയും ഒരേപോലെ വിരട്ടാൻ, ഭീഷണിപ്പെടുത്താൻ. ആരാണ് ഇയാൾ? തിരികെ ഇന്ത്യക്ക് പറയാനുള്ളത്, ആദ്യം ഈ മാർക്ക് റൂട്ട് ആദ്യം യൂറോപ്പിൻ്റെ സുരക്ഷയുടെ കാര്യം കൂട്ടാൻ നോക്ക്, ഒന്ന് ഉറപ്പാക്ക്. അമേരിക്ക സമ്മാനിച്ച 35% താരിഫ് ഇനിയും കൂട്ടാതിരിക്കാൻ നോക്കണം. എന്നിട്ട് മതി ഇന്ത്യയോടുള്ള കളി. ചൈനയും ബ്രസീലും പോട്ടെ, ഇന്ത്യയോട് കളിക്കുമ്പോൾ മാർക്ക് റൂട്ട് ഒന്ന് സൂക്ഷിച്ചു വേണം കളിക്കാൻ. ഇതാണ് ഇന്ത്യക്ക് റൂട്ട് എന്ന നാറ്റോ സെക്രട്ടറി ജനറലിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ളത്. സ്വന്തം യൂറോപ്യൻ സഖ്യകക്ഷികളുടെ നികുതി പണമെടുത്ത US-ൻ്റെ ആയുധം വാങ്ങിയത് ഉക്രൈനിലേക്ക് എത്തിച്ച് കമ്മീഷൻ അടിക്കുന്ന കുശാഗ്ര ബുദ്ധിക്കാരൻ. അതായിരുന്നു ട്രംപും റൂട്ടോയും തമ്മിൽ നടന്ന ചർച്ചയുടെ കാതൽ. അതിനുശേഷമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ US-ൽ നിന്നും പണം കൊടുത്ത് ആയുധം വാങ്ങി ഉക്രൈനിലേക്ക് എത്തിക്കണമെന്ന ട്രംപിൻ്റെ ഉഗ്രശാസനം വന്നതും റൂട്ടോ അത് തലകുലുക്കി സമ്മതിച്ചതും. ട്രംപിൻ്റെ പുതിയ പടത്തലവനാണ് ഇപ്പോൾ മാർക്ക് റൂട്ട്. ഒന്ന് ട്രംപുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു എന്ന് വെച്ച് ട്രംപിൻ്റെ അളിയൻ ചമയാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയുടെ ആ കളി വേണ്ടെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബ്രസീലിൻ്റെ പ്രസിഡന്റും ഫോണെടുത്ത് വിളിച്ച് വ്ളാദിമിർ പുതിനോട് ആവശ്യപ്പെടണമത്രേ ഉക്രൈനെതിരെയുള്ള യുദ്ധം നിർത്താൻ, അല്ലെങ്കിൽ ഈ 3 രാജ്യങ്ങൾക്കെതിരെ താൻ 100% ഉപരോധം കൊണ്ടുവരുമെന്നാണ് കഴിഞ്ഞ ദിവസം മാർക്ക് റൂട്ട് നടത്തിയ ഭീഷണി. താൻ നടത്തിയത് ഒരു ഉപദേശമാണെന്ന് റൂട്ട് പറയുമ്പോൾ ഈ ഡച്ചുകാരൻ എന്നാണ് ഇന്ത്യയിൽ കാര്യമെന്ന് തിരികെ ചോദിക്കണം. റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വച്ച റഷ്യ ഉപരോധ പാക്കേജിൽ ഉടക്കി നിൽക്കുന്ന സ്ലോവാക്യയും ഹംഗറിയും ആദ്യം സ്വന്തം വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് മതി ബാക്കി ഇന്ത്യയോടും ചൈനയോടും മസിൽ കാണിക്കുന്നത്. റഷ്യക്കെതിരെ അത് സാധിക്കുമെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം കൊണ്ടുവരും. എന്നിട്ട് പോലെ ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ബ്രസീലിനെതിരെയും റഷ്യൻ ഉപരോധം വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ഉപരോധം കൊണ്ടുവരുമെന്ന ഭീഷണി മുഴക്കാൻ. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാനാണ്, ഇന്ത്യയുടെ വികസന ആവശ്യങ്ങൾക്കാണ്, ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ്, അല്ലാതെ അണുബോംബൊന്നും ഉണ്ടാക്കാനല്ല. GCC രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ അടക്കം എണ്ണ വാങ്ങുന്നുണ്ട്, അതിനൊരു തടസ്സവുമില്ല. അത് വാങ്ങരുതെന്ന് പറയാനുള്ള ധൈര്യം നാറ്റോയ്ക്കുണ്ടോ റൂട്ടോയ്ക്കുണ്ടോ? ഇല്ല. എന്തായാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ തൽക്കാലം ഒരു പിന്നോട്ട് പോക്കിന് ഇന്ത്യ തയ്യാറല്ല. കാരണം ഇന്ത്യയുടെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യം റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനം തന്നെയാണ്. എന്നിട്ടാണ് US എന്ന മാർക്ക് റൂട്ട് ഇന്ത്യക്കെതിരെ തിരിച്ചു പറയുന്നത്. US ചെയ്യാൻ മുതിരാത്ത സാങ്ഷൻസ് ബ്രസൽസിന്, നാറ്റോയ്ക്ക്, യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് മേൽ നടപ്പാക്കണമെന്ന് നടക്കില്ല. എന്താണ് യൂറോപ്പിൻ്റെ അവസ്ഥ? 2020 റഷ്യയിൽ നിന്നുമുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈൻ പൂർണ്ണമായും നിർത്തലാക്കണമെന്നൊരു നിർദ്ദേശമാണ്, തീരുമാനമല്ല, ഉത്തരവല്ല, നിർദ്ദേശമാണ് ഇപ്പോൾ ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളും 2 വർഷമായി റഷ്യയുടെ പ്രകൃതിവാതക പൈപ്പ് ലൈൻ ബ്ലോക്ക് ചെയ്തതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാജ്യങ്ങളിലെ ജനത ഇപ്പോഴും അനുഭവിക്കുന്നു, കുടുംബങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് റഷ്യയിൽ നിന്നും ആവോളം ഇന്ധനം വാങ്ങിയതാണ് ഈ രാജ്യങ്ങൾ. പക്ഷേ സ്ലോവാക്യയും ഹംഗറിയും അതിന് തയ്യാറല്ല. ഇപ്പോഴും അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെ നന്മയോർത്ത് റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതകം, ഇന്ധനമൊക്കെ കൃത്യമായി വാങ്ങി തങ്ങളുടെ രാജ്യത്ത് വിനിയോഗിക്കുന്നുണ്ട്. പിന്നെ ഉക്രൈനിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നാറ്റോ ചെലവിട്ട ആയുധങ്ങൾക്ക് വേണ്ടി വരുന്ന തുക അതിനേക്കാൾ കൂടുതലാണ്, എത്രയോ $1 മില്യൺ കൂടുതലാണ് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം വാങ്ങാൻ ഉപയോഗിച്ച തുക. റഷ്യയിൽ നിന്ന് ഊർജ്ജം വേണ്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുത്തപ്പോഴും അങ്ങനെ തങ്ങളുടെ രാജ്യത്തെ ചൊല്ലി ഹംഗറിയും സ്ലോവാക്യയും അതിപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യക്കെതിരെ യൂറോപ്യൻ വാണിജ്യ മന്ത്രിമാർ മുന്നോട്ട് വച്ച റഷ്യൻ ഉപരോധ നീക്കം പ്രപ്പോസൽ അത് ബ്രസൽസിൻ്റെ മേശപ്പുറത്തിരിക്കുകയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ നന്മയെ കരുതി ഹംഗറിയും സ്ലോവാക്യയും വീണ്ടും ആ പാക്കേജിനെ എതിർത്തു. അതുപോലെ തന്നെ നാറ്റോയുടെ ആയുധങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഒക്കെ 60% വാങ്ങിക്കൂട്ടുന്ന US-ൽ നിന്നുമാണ്. അമേരിക്കയ്ക്ക് നാറ്റോയും യൂറോപ്യൻ വിപണിയും നല്ലൊരു ആയുധ വിപണിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക നാറ്റോയെ കൊണ്ട് പണം കൊടുത്ത് തങ്ങളുടെ ആയുധങ്ങൾ വാങ്ങിപ്പിച്ച് ഉക്രൈനിലേക്ക് എത്തിക്കുന്നത്.
1949 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട 30 യൂറോപ്യൻ രാജ്യങ്ങളുടെയും 2 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ ഇപ്പോൾ കിടന്ന് ഊർജ്ജശ്വാസം വലിക്കുകയാണ്. റഷ്യക്കെതിരെ ഉപരോധം എന്ന് വിളിച്ചു പറയാനല്ലാതെ ഒരു ഉപരോധം നടപ്പാക്കി കാണിക്കാൻ നാറ്റോയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല. റഷ്യ ഉക്രൈൻ നടത്തുന്ന അധിനിവേശം ഉക്രൈനെതിരെയോ സെലൻസ്കിക്കെതിരെയോ അല്ല എന്ന് ഇപ്പോൾ വ്യക്തമാണ്. കാരണം അത് നാറ്റോയുടെ പത്തി മടക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ ആക്രമണം ശക്തി കൂടിയിട്ടും നാറ്റോ ഇപ്പോഴും നോക്കിക്കൊണ്ടേ നിൽക്കുന്നത്. ഇനി എങ്ങാനും റഷ്യയ്ക്ക് മേൽ കടുപ്പിച്ചാൽ ഇന്ത്യയും ചൈനയും കൊണ്ടു തിരിയുമോ എന്നൊരു ഭീതിയും നാറ്റോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയ ഇംഗ്ലണ്ട് വരെ അടിക്കടി പറയുന്നത് റഷ്യയാണ് ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയെന്ന്. അതുകൊണ്ട് തന്നെയായിരുന്നു ഡച്ചുകാരനായ മാർക്ക് റൂട്ട് ഒരിക്കലും നടക്കാത്ത റഷ്യൻ ഉപരോധത്തെപ്പറ്റിയും ഒരിക്കലും പ്രാപ്തി വരാത്ത ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത ഇന്ത്യ ചൈന ഉപരോധത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ പറച്ചിൽ മാത്രമേ ഉണ്ടാകൂ. പെട്ടെന്ന് ഉദിച്ചു വന്നൊരു ട്രംപിൻ്റെ പടത്തലവനാണ് മാർക്ക് റൂട്ട്. പെട്ടെന്ന് തന്നെ അസ്തമിക്കാനും ഒരു തടസ്സവുമില്ല അതിന്. ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഒന്നും കാര്യമായി തിരിച്ചു പറയാതെ കാത്തിരിക്കുന്നതും എന്ത് നടക്കുന്നു എന്നറിയാൻ. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് കളിക്കാൻ വന്നാൽ ഇന്ത്യ മാത്രമല്ല, ചൈനയുണ്ടാകും, റഷ്യയുണ്ടാകും, മറ്റ് സാമ്പത്തിക രാജ്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുമെന്ന് ഓർത്തോണം.